ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന ഒരു സ്പെഷ്യൽ ദോശയാണ്. ഇത് സ്പെഷ്യൽ ദോശ എന്ന് പറയാൻ കാരണം എനിക്കിത് മറ്റാരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. കാരണം എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഞാൻ വേറെ എവിടെ നിന്നും ഇത് കഴിച്ചിട്ടില്ല ഇതുവരെക്കും. അതുകൂടാണ്ട് തന്നെ ഇതിപ്പം നമ്മളെ അരിയൊക്കെ കുതിർക്കാനും അരച്ച് വെക്കാനെല്ലാം മറന്നുപോയ ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. നമ്മളിപ്പം നീർദോശയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതേ സെയിം രീതി തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉള്ളൊരു ഐറ്റമാണ്. അതുകൂടാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഞാനത് ഓരോന്നായിട്ട് പറയാം. ഞാനതിന് വേണ്ടിയിട്ട് ഇവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനിത് പച്ചരി എടുത്തത് നമ്മൾ മാവരി എന്ന് പറയില്ലേ, നമ്മളിപ്പോൾ ദോശ വെള്ളയപ്പം അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അരിയാണ്, പുട്ടിനൊക്കെ ഉപയോഗിക്കുന്നത്. പച്ചരി തന്നെ രണ്ട് വിധത്തിലുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചോറുണ്ടാക്കുന്ന പച്ചരിയും കൂടിയുണ്ട്, അതിൽ കുറച്ച് സ്റ്റാർച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അരി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ മാവരി എന്ന് തന്നെ പ്രത്യേകിച്ചിട്ട് പറയുന്നത്. കുറച്ച് തടിപ്പില്ലൊരു പച്ചരിയാണ്. അതുപോലെ തന്നെ അരികൾ ഫുള്ളായിട്ട് മുഴുവനായിട്ടില്ല ഉണ്ടാവും, ചെറുതായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ടാവും. നിങ്ങൾ കടയിൽ പോയിട്ട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇങ്ങനെയുള്ള അരിയാന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ആ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഏകദേശം 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കപ്പിൻ്റെ അളവ് പറയുന്നില്ല, നിങ്ങൾ ഇഷ്ടമുള്ള കപ്പ് എടുക്കുക. ഇത്ര അളവ് എന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി അളവും നമ്മൾ അതേ കപ്പിൽ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ച പച്ചരി 2 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. കുതിർത്തതിന് ശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചതാണ്. ഇത് മിനിമം 2 മണിക്കൂർ കുതിർത്തെടുക്കണം, അപ്പോഴും നല്ല ഒരു കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് ഞാനിവിടെ 1/2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 1 കപ്പ് പച്ചരി എടുക്കുമ്പോൾ 1/4 കപ്പ് ചോറ് എടുത്താൽ മതി. കൂടുതൽ ചോറ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള പോലെ ഉണ്ടാവും, അപ്പോൾ അത് അത്ര നല്ലതായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് 1 കപ്പിന് 1/4 കപ്പ്. അപ്പം ഞാൻ 2 കപ്പ് എടുത്തതുകൊണ്ട് 1/2 കപ്പ് എടുത്തിരുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഫ്രഷ് കോക്കനട്ട് ഉപയോഗിക്കണം. ഞാൻ ഫ്രഷ് കോക്കനട്ടിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ല കൂടുതൽ ഉപയോഗിക്കാം. കാരണം എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതിന് കണക്കായിട്ട് അത് പ്രത്യേകം നല്ലൊരു ടേസ്റ്റാണ്. പക്ഷെ ഒരുപാട് കൂടുതലൊന്നുമല്ല, നമ്മൾ അരി എടുക്കുന്നതിനേക്കാളും അല്ലെ അരിൻ്റെ അത്രത്തോളം തന്നെ എടുക്കാൻ പാടില്ല. ഏകദേശം അതിൻ്റെ ഒരു പകുതി അളവ് അല്ലെങ്കിൽ 1/4 അളവ് അങ്ങനെയൊക്കെ എടുക്കാം. അതിൻ്റെ ഒന്നിച്ച് ഞാനിവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 6-7 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ നോർമൽ സവാള എടുത്താൽ മതി, ഒരു പകുതി സവാള എടുത്താൽ മതി. പക്ഷേ ചെറിയുള്ളിയാണ് നല്ലൊരു ടേസ്റ്റ്. അതിൻ്റെ ഒന്നിച്ച് ചേർക്കുന്നത് നമ്മൾ നോർമലായിട്ട് ഉപ്പ്, വെള്ളം അത്രയാണ്. ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഒരു ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഞാൻ അരി ഫുള്ളായിട്ട് ഈ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഒരുപാട് കൂടുതലൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഒന്നിച്ച് തന്നെ അരച്ചെടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ 2-3 ബാച്ചായിട്ട് തന്നെ അരച്ചെടുക്കണം. അതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നിച്ച് ഇവിടെ ഫ്രഷ് കോക്കനട്ടിലേക്ക് ഞാൻ എടുത്ത് വെച്ച ഈ ചെറിയ ഉള്ളി, ഇതിനൊന്നിച്ച് തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടാം. അടുത്തത് നമുക്കിതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമ്മളൊരു പകുതി വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ ഒന്നിച്ച് ഒഴിക്കണ്ട. നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം ബാക്കി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ മാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിയായിട്ടില്ല, അത് കൂടാണ്ട് നമ്മളിപ്പോൾ നീർദോശ ഉണ്ടാക്കൂലേ അതുപോലെ അത്രയും ലൂസായിട്ടും അല്ല, ഏകദേശം അതിൻ്റെ എല്ലാം ഒരു മിഡിലായിട്ടുള്ള അളവാണ്. ഞാൻ കാണിക്കാം, അരച്ചതിന് ശേഷം കാണിക്കാം. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്ര ലൂസായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ നീർദോശേൻ്റെ അത്ര തിന്നായിട്ടില്ല, കുറച്ചുകൂടെ കട്ടിയുണ്ട്. അതുപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ അത്ര കട്ടിയായിട്ടുമല്ല, ഏകദേശം അതിൻ്റെ എല്ലാം ഒരു മിഡിൽ അളവിലായിട്ടാണ് വേണ്ടത്. നമ്മളിപ്പം കല്ലിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ലിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല, അതുപോലെ ചെയ്യാൻ പറ്റണം, അത്രയും ലൂസായിട്ട് വേണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാനിത് കുറച്ച് വൈഡായിട്ടുള്ള പാത്രം എടുത്തിന്, അതുപോലെ സൈഡ് ഭാഗം കുറച്ച് ഹൈറ്റ് ഇതുപോലെ മടങ്ങിയ പോലെ ഇല്ലതാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള തവയല്ല എടുത്തിന്. തവയെടുത്താൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. ഇത് ജസ്റ്റ് മാവ് ഒഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായി ചൂടായതിന് ശേഷം മാവ് ഒഴിച്ചു. ചൂടായിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് കൂടുതലാകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. കാരണം നമ്മളിവിടെ കൂടുതൽ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നിന്ന് അത് നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഉരുണ്ട് പോകും, കട്ട പോലെ ഉണ്ടാവും, നല്ല ഫ്ലാറ്റായിട്ട് കിട്ടൂല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഇതിൽ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് ലൈറ്റായിട്ട് ഇതുപോലെ തുടച്ചെടുത്തിന്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് കൂടുതലായി. ഇത് അതും ഇല്ലാണ്ട് ഇത് നോൺ സ്റ്റിക്ക് പാത്രം അത്ര പഴയതല്ല, അപ്പോൾ ഇത് കറക്റ്റായിട്ട് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചൂടായതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിൽ നിന്ന് 2 തവി എടുക്കുക. ഇത് വലിയ പാത്രം ആയതുകൊണ്ട് ഞാൻ 2 തവി എടുക്കുന്നത്. നിങ്ങൾ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് കുറവ് കൂടുതൽ അതുപോലെ ചെയ്തെടുക്കണം. മാവ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ടി വരില്ല. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലെ നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ വേണം, അപ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കണം.
നമ്മളിതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ അടുത്ത വശം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇതൊന്ന് മറിച്ചെടുക്കാം. ഇതിൻ്റെ മേലെ ഭാഗം തന്നെ എടുത്തിട്ട് ഇത് വീണ്ടും ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ച വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട, പക്ഷേ ഇങ്ങനെയാണ് അതിൻ്റെ രീതി, അതുകൊണ്ട് ഞാൻ കാണിച്ചത്. അതിനുശേഷം നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ നീർദോശയെല്ലാം ഫോൾഡ് ചെയ്തെടുക്കൂലേ, അതുപോലെ തന്നെ അപ്പോൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾക്ക് ബാക്കിയും ചുട്ടെടുക്കാം. അപ്പോൾ സ്പെഷ്യൽ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീട്ടിലെപ്പോഴും എൻ്റെ അമ്മ ഉണ്ടാക്കുന്നൊരു ദോശയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ ഏത് കറീൻ്റെ ഒന്നിച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള ഏത് കറീൻ്റെ ഒന്നിച്ച് കഴിക്കാം. പച്ചക്കറി ആയാലും നോൺ വെജ് ആയാലും ഒക്കെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾക്കിപ്പോൾ ചായേൻ്റെ ഒന്നിച്ചൊക്കെ വെറുതെ കഴിക്കൂലേ, അപ്പോഴും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളിതിപ്പം ഞാനിത് ഫെർമെൻറ്റേഷനോ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കാണ്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു സംശയം തോന്നും, ഇതത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവും, നന്നായിട്ട് വരും. അങ്ങനെയൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.